കേരളത്തിന് വി.എസ്. അച്യുതാനന്ദനെ ഇഷ്ടമില്ലാതിരുന്നൊരു കാലമുണ്ട്. അന്ന് മതികെട്ടാമലയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ വി.എസിനെ കൊണ്ടു നടന്നത് പി.സി. ജോർജ് എന്ന് പറയുന്നൊരു നേതാവായിരുന്നു. അങ്ങനെയാണ് വി.എസ്. കേരളത്തിന് പ്രിയപ്പെട്ട ഒരു നേതാവായി മാറിയത്. പിന്നീട് മൂന്നാർ ദൗത്യമൊക്കെയായി മാറിയപ്പോഴും പി.സി. ജോർജ് കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് മുന്നണികളൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ വന്നെങ്കിലും പി.സി. ജോർജ് കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി മാറിയിട്ടേയില്ല. പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് ഈരാട്ടുപേട്ട എന്ന മേഖല കേന്ദ്രീകരിച്ച് പി.സി. ജോർജ് ഇന്നും ശക്തിയുള്ള ആളാണ്. അവിടുത്തെ ചില ആളുകളുടെ പ്രവർത്തനങ്ങളെ പച്ചയ്ക്ക് തുറന്നു പറയുന്നത് പി.സി. ജോർജ് മാത്രമാണ്. അതിൻ്റെ ഫലമായിട്ട് അടുത്ത കാലത്ത് പി.സി. ജോർജിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇപ്പോൾ പി.സി. ജോർജ് പുറത്തേക്ക് ഇറങ്ങി. ഇത്രയും ശക്തനായ നേതാവായിട്ടും ബി.ജെ.പിയിലേക്ക് എത്തിയ ജോർജിനെ ആ പാർട്ടി വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല എന്നൊരു ആരോപണമുണ്ട്. പക്ഷേ നമുക്കറിയാം, നേരത്തെ ബി.ജെ.പിക്കൊപ്പം നിന്ന ചില നേതാക്കൾ ഇന്ന് കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്, നേരത്തെയുമായിട്ടുണ്ട്. അപ്പോൾ പി.സി. ജോർജ് എത്രത്തോളം ശക്തനാണെന്ന് ബി.ജെ.പി അറിയാത്തതാണോ അതോ പി.സി. ജോർജിനെ വളരാൻ അനുവദിക്കാത്തതാണോ? പി.സി. ജോർജ് ശക്തനാണെന്ന് ബി.ജെ.പിക്ക് അറിയാം. പി.സി. ജോർജിൻ്റെ ശക്തി യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും എഴുതിത്തള്ളാൻ പറ്റാത്ത രാഷ്ട്രീയ നേതാവാണ്. കാരണം കേരളത്തിലെ എത്രയോ മന്ത്രിമാരുടെ രാജിയിലേക്ക് എത്തിച്ചത് പി.സി. ജോർജിൻ്റെ പ്രസ്താവനകളും പി.സി. ജോർജിൻ്റെ ചില നിലപാടുകളുമാണ്. മതികെട്ടാനിലും മൂന്നാറിലും വി.എസ്. അച്യുതാനന്ദനെ ഒരു വലിയ വി.എസ്. അച്യുതാനന്ദൻ്റെ ഇമേജിനെ തന്നെ മാറ്റിയെടുക്കുന്നതിൽ, അല്ലെങ്കിൽ വി.എസ്. അച്യുതാനന്ദനെ മെയിൻ സ്ട്രീമിലേക്ക് പ്രതിഷ്ഠിക്കുന്നതിൽ പോലും ഒരുപക്ഷെ പി.സി. ജോർജിന് പങ്കുണ്ട് എന്നുള്ളത് പോലെ തന്നെ കേരളത്തിലെ ടി.യു. കുരുവിളയുടെ രാജി, പി.ആർ. കുറുപ്പിൻ്റെ രാജി, 1:1 KSRTCയുടെ ബസ് വാങ്ങലിലെ അഴിമതി, അതടക്കമുള്ള വിഷയങ്ങൾ, മാണിയുടെ പതനം, ബാർക്കോഴ, അതുപോലെ തന്നെ പിന്നെ പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും പി.ജെ. ജോസഫിൻ്റെ രാജി അടക്കമുള്ള വിഷയങ്ങൾ. മറിച്ചൊരു കാര്യം കൂടിയുണ്ട്. വികസനത്തിൻ്റെ കാര്യത്തിൽ ഈരാറ്റുപേട്ടയിലുള്ള സർക്കാർ കെട്ടിടങ്ങളെല്ലാം തന്നെ പി.സി. ജോർജ് MLA ആയ സമയത്ത് തുടങ്ങിയിട്ടുള്ളതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മളതിലുള്ള ചോദിച്ചില്ല, പി.സി. ജോർജിനെ വേണ്ടത്ര വിനിയോഗിക്കുന്നതിൽ കേരളത്തിലെ ബി.ജെ.പി നേതൃത്വം രാഷ്ട്രീയമായി സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നുവെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പി.സി. ജോർജ് എന്ന് പറയുന്നത്, ഞാൻ പി.സി. ജോർജിൻ്റെ ഒരു നിലപാടുകളോടും വ്യക്തിപരമായി യോജിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ പി.സി. ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ, ഒരു രാഷ്ട്രീയമായി വിലയിരുത്തുമ്പോൾ, പി.സി. ജോർജിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ സ്പേസുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്തീയ സഭകൾക്കിടയിൽ പി.സി. ജോർജിനെ അംഗീകരിക്കുന്ന, പി.സി. ജോർജിൻ്റെ ഫാൻസായിട്ടുള്ള വോട്ടേഴ്സുണ്ട്. അപ്പോൾ അതുവഴി ബി.ജെ.പിക്ക് കേരളത്തിൽ ഒരു പാലമിടാൻ പറ്റുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ബി.ജെ.പി അത് വേണ്ടത്ര വിനിയോഗിക്കുന്നതിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ വിഷയത്തിൽ തന്നെ യഥാർത്ഥത്തിൽ പി.സി. ജോർജ് ജയിലിൽ പോയ ഈ വിഷയം, ജയിലിൽ പോയില്ല, റിമാൻഡിൽ കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ കിടക്കുകയായിരുന്നു. പക്ഷേ എന്നാൽ പോലും ആ വിഷയത്തിൽ പോലും കേരളത്തിലെ പ്രമുഖരായ ബി.ജെ.പി നേതാക്കന്മാർ പി.സി. ജോർജിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ബി.ജെ.പി നേതാക്കന്മാർക്ക് കേരളത്തിൽ അവർ നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ടാക്കാനും പാർലമെൻറ്റിൽ പ്രാതിനിധ്യം ഉണ്ടാക്കാനും ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ രാഷ്ട്രീയമായി ദയനീയ പരാജയമാണ്. അവർക്ക് ഒരു വിഷയത്തെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാനോ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുവാനോ ഒന്നും തന്നെ അവർക്ക് കഴിയുന്നില്ല. ഇതാണ് എത്ര കാലം പി.സി. ജോർജ് ഈ ഒരു ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയണം. കാരണം പി.സി. ജോർജിൻ്റെ ശൈലി നമുക്കറിയാം. പി.സി. ജോർജ് എന്തും വെട്ടി തുറന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം എന്ത് കാര്യങ്ങളിലും ആർക്കും നിർഭയനായി അഭിപ്രായം പറയുന്ന ആളാണ്. എത്ര കാലം ഈ ബി.ജെ.പിയുടെ കേരളത്തിലെ ഈ നേതൃത്വവുമായി സമരസപ്പെട്ടു പോകുവാൻ അയാൾക്ക് കഴിയും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അധികം താമസിയാതെ പി.സി. ജോർജ് തന്നെ ബി.ജെ.പിയുടെ കേരളത്തിലെ നേതാക്കന്മാരെക്കെതിരെ പരസ്യമായ പോർവിളി നടത്തി, അവർക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തി പുറത്തു പോകുന്നൊരു സാഹചര്യം പോലും ഉണ്ടായിക്കൂടായിരിക്കില്ല. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ A.K. ആന്റണിയുടെ മകൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അതിന് തൊട്ട് മുമ്പ് നമ്മൾ കേട്ടത് പി.സി. ജോർജ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതാണ്. അപ്പോൾ കോട്ടയം പത്തനംതിട്ടയും ഒക്കെ അടങ്ങുന്ന ഒരു ബെൽറ്റിൽ പി.സി. ജോർജിന് നിർണായക സ്വാധീനമുണ്ട്. പി.സി. ജോർജ് ഇടഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് പി.സി. ജോർജ് രംഗത്തേക്ക് വരികയും നിരവധി ക്രൈസ്തവ വോട്ടുകളെ ആകർഷിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തു. കാരണം K. സുരേന്ദ്രൻ അവിടെ നിന്ന് മത്സരിച്ച് വോട്ടുകളൊക്കെ പിടിച്ച് കാണിച്ചതുമാണ്. അപ്പോൾ പി.സി. ജോർജ് ക്രൈസ്തവ സഭയ്ക്കിടയിൽ ബി.ജെ.പിയിലേക്കുള്ള ഒരു
പാലമായി വർദ്ധിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ദേശീയ നേതൃത്വം പി സി ജോർജിനെ കണ്ടതും ആ രീതിയിൽ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ അത്തരത്തിൽ രീതിയിൽ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഇത് പി സി ജോർജ് വില്ലിങ്ങാണ്, പിന്നെ ആരാ അവിടെ തയ്യാറാവാത്തത്? കേരളത്തിലെ BJP നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട തലപ്പത്തുള്ള പലരും അവർക്ക് രാഷ്ട്രീയമായി അവർ ഇടുങ്ങിയ ചിന്താഗതിക്കാരാണ്. നമ്മൾ വേണമെങ്കിൽ അവരെ ആ ഭാഷ പറയുന്നത് ശരിയാണോ, പോങ്ങന്മാരാണെന്ന് വേണേൽ പറയാം, ഒരു നാട്ടുപാളത്തെ ശൈലിയിൽ പറയാം. കാരണം അവർക്ക് BJPയുടെ വളർച്ചയെക്കാട്ടി പ്രധാനം അവരുടെ സ്ഥാപിത താല്പര്യങ്ങളാണ്. നമ്മൾ നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു MLA ഇല്ലാത്ത പാർട്ടിയാണ്. ആ MLA ഇല്ലാത്ത കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായി നിൽക്കുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷേ കേരളത്തിൽ BJPയിലുള്ളതിനത്രയും ഗ്രൂപ്പ് ഏത് പാർട്ടിയിലുണ്ട്? ശോഭാ സുരേന്ദ്രൻ ഒരു പക്ഷത്ത്, കെ സുരേന്ദ്രൻ ഒരു പക്ഷത്ത്, PK കൃഷ്ണദാസ് മറ്റൊരു പക്ഷത്ത്, V മുരളീധരനും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു മറുചേരി ഒരു വശത്ത്. ഇത്രയധികം ഗ്രൂപ്പ് സമവാക്യങ്ങളുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടോ? ഇപ്പം തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് BJPയുടെ പിന്തുണയുണ്ട്, BJPയുടെ പ്രവർത്തനം ഉണ്ടെങ്കിൽ പോലും സുരേഷ് ഗോപിയുടേതായ രീതിയിൽ, സുരേഷ് ഗോപിയുടേതായ ശൈലിയിൽ സുരേഷ് ഗോപി അവിടെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവിടെ ജയിച്ചത്. BJP നേതാക്കന്മാരുടെ അവിടുത്തെ ഒരു വലിയ സഹായം കൊണ്ടല്ല, അപ്പുറത്തേക്ക് വ്യക്തിപ്രഭാവമുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇപ്പം ഞാൻ നിയമം രാജഗോപാൽ ജയിച്ചതല്ലാതെ പിന്നീട് ആ മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ കോന്നി നിയമസഭാ മണ്ഡലം, ആ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ BJP ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചൊരു മണ്ഡലമാണ്. പിന്നീട് അതിന് ഫോളോ അപ്പ് ഇല്ല. പിന്നെ ഇവിടെ നല്ലൊരു കാൻഡിഡേറ്റിനെ കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. മഞ്ചേശ്വരം കെ രാമപിള്ളയും KG മാരാരും അടക്കമുള്ള ആളുകൾ മഞ്ചേശ്വരത്തു നിന്ന് 300, 400, 1000 ഒക്കെ വോട്ടുകൾക്ക് അവിടെ തോറ്റുപോയിട്ടുള്ള മണ്ഡലമാണ്. ഇപ്പം ആ ഭൂരിപക്ഷം ആ KG മാരാരും ഒക്കെ മത്സരിച്ച ആ വോട്ടുകൾ പോലും അതിനപ്പുറത്തേക്ക് ഭൂരിപക്ഷത്തിലാണ് അവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നത്, അല്ല CPMൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ BJP നേതാക്കന്മാർ പൊളിറ്റിക്കലി ഒരിക്കലും ഒരു ക്ലവർ ഡിസിഷൻ എടുക്കാൻ, ബുദ്ധിപരമായ തീരുമാനം എടുക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ BJPക്ക് വളരാൻ പറ്റിയ, കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ SNDP ഹിന്ദു വോട്ട്, NSS അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വോട്ട് കൊണ്ട് കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ, എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലോ പകുതി നിയമസഭാ മണ്ഡലങ്ങളിലോ ഒന്നും പോലും ജയിക്കാൻ സാധ്യമായ വോട്ടുകൾ ഹിന്ദു സമുദായത്തിന് ഇല്ല. അതാണ് യാഥാർത്ഥ്യം. അല്ലെ പിന്നെ വലിയ അട്ടിമറി വിജയങ്ങൾ നടക്കണം. പക്ഷേ ക്രിസ്തീയ സഭകൾ പഴയ BJPയോടുള്ള നിലപാടല്ല. ഗോവയിലെ പോലെ തന്നെ ക്രിസ്തീയ സഭകൾ BJPയോട് കൂടുതലായി അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. പക്ഷേ അത് മുതലാക്കാൻ പലപ്പോഴും ആർക്ക് സാധിക്കുന്നില്ല. അത് മുതലാക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന കാൻഡിഡേറ്റ്സ് സമ്പൂർണ്ണ പരാജയങ്ങളാണ്. ഇപ്പം കൊണ്ടുവന്ന സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ കേരളത്തിലെ ബേസ് LDFിൽ നിന്ന സമയത്ത് ആ മണ്ഡലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി അൽഫോൺസ് കണ്ണന്താനം ജയിച്ചു എന്നുള്ളതല്ലാതെ അൽഫോൺസ് കണ്ണന്താനത്തെയോ അനിൽ ആൻ്റണിയോ ഒന്നും കൊണ്ടുവന്നാൽ ഒരിക്കൽ പോലും കേരളത്തിലെ BJP നേതൃത്വത്തിന് ഒരു കാൻഡിഡേറ്റായിട്ട് ഇവരെ ഒന്നും കൊണ്ട് ജയിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ PC ജോർജ് അതല്ല സാഹചര്യം. നമ്മൾ എന്തിനാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്? പിന്നെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ക്രിസ്തീയ നേതാവെന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ളത് PC ജോർജിനാണ്. കാരണം ശബരിമല സമരക്കാലത്ത് കറുത്ത വേഷമറിഞ്ഞുകൊണ്ട് ശബരിമല വിഷയത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിയമസഭയ്ക്കകത്ത് പോരാടിയ ആളാണ് PC ജോർജ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PC ജോർജിനെ അവിടെ നിന്ന് BJP സ്ഥാനാർത്ഥിയെ നിർത്താതെ PC ജോർജിനെ അവിടെ സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ 100% PC ജോർജിന് BJPയുടെ കുറച്ച് വോട്ട് കൊണ്ടായിരുന്നു ഇവിടെ ജയിക്കാൻ പറ്റുമായിരുന്നു. അത്രയും ബുദ്ധിപരമായ തീരുമാനം പോലും ആര് കാണിച്ചിട്ടില്ല? BJP കാണിച്ചിട്ടില്ല. ഈ പോക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ താമസിയാതെ തന്നെ PC ജോർജ് BJPയെ പള്ളു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ BJPയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നതെന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഒരു പരിധിക്കപ്പുറത്തേക്ക് കോംപ്രമൈസ് ചെയ്യുന്ന ആളല്ല PC ജോർജ്. ഒരു 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 നിശ്ചിത കാലയളവിന് അപ്പുറത്തേക്ക് ക്ഷമിക്കുന്ന ആളല്ല അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര കാലം PC ജോർജ് BJPയിൽ ഉണ്ടാകുമെന്ന് പോലും പറയാൻ, കാരണം ഇപ്പോൾ അദ്ദേഹം വളരെ വ്രണിത ഹൃദയനാണ്. കാരണം അയാളെ വേണ്ട തരത്തിൽ അയാൾ പറഞ്ഞതിനെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കാൻ പറ്റത്തില്ല. മുസ്ലിങ്ങളല്ലാത്തവർ പിന്നെ നാട് വിട്ടു പോകണമെന്ന് പറഞ്ഞതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതൊരിക്കലും അത് വിഘടനവാദമാണ്, അല്ലെങ്കിൽ അത് ഒരു പരിധിവരെ സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയിൽ അയാൾ ആ പറഞ്ഞതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഈരാറ്റുപേട്ട പോലുള്ള
കേരളത്തിലെ പല ക്രിസ്തീയ മണ്ഡലങ്ങളിലും BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കിട്ടണമെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയിൽ കൂടി മാത്രമേ സാധിക്കത്തുള്ളൂ എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് PC ജോർജ് അത്തരം നിലപാട് പറഞ്ഞത്. പിന്നെ PC ജോർജ് ഇന്നും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം കൂടിയാണ്. എപ്പോഴും ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്ന ആളാണ്. ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ഇപ്പോൾ ഒരു പക്ഷത്തല്ലാതിരുന്നിട്ട് പോലും കേരളത്തിൽ കുറച്ച് ദിവസമായി നിറഞ്ഞു നിൽക്കുന്ന ആരാണ് PC ജോർജാണ്. അപ്പോൾ PC ജോർജിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരു ക്രൈസ്തവർക്കിടയിലേക്കുള്ള ഒരു പാലമായിട്ട് അത് ഉപയോഗിക്കാൻ കഴിയും. എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് CPMൻ്റെ ശക്തി ഈഴവ വോട്ടുകളായിരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അമിതമായി ന്യൂനപക്ഷ പ്രീണനം കാണിച്ചതോടുകൂടി ഈ ഈഴവ വോട്ടുകൾ വലുതായിട്ട് മാറി. ഈ പോയ വോട്ടുകളെല്ലാം BJPയിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ട് 20% ഒരു വളർച്ച വോട്ട് ശതമാനത്തിൽ BJPക്ക് ഉണ്ടായി. ഒപ്പം ഈ ക്രൈസ്തവരെ കൂടെ നിർത്താൻ മുഴുവൻ പേരും എക്കാലത്തും ക്രൈസ്തവർ കോൺഗ്രസിലൂടെ നിന്നാണ്. അവരിൽ വലിയൊരു വിഭാഗത്തെ BJPയോട് അടുപ്പിക്കാൻ ദേശീയ തലത്തിൽ. പക്ഷേ അത് കേരളത്തിൽ വേണ്ടത്ര കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു അനിൽ ആന്റണിക്കോ അല്ലെങ്കിൽ അൽഫോൺസ് കണ്ണന്താനത്തിനോ കഴിയുന്നതിനപ്പുറത്തേക്ക് ഒന്നും കഴിയില്ല. അതിനപ്പുറത്തേക്ക് PC ജോർജിന് കഴിയും. ആ PC ജോർജിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ PC ജോർജ് ഇട്ടെറിഞ്ഞിട്ട് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയും. 100% സാധ്യതയുണ്ട്. കാരണം PC ജോർജിൻ്റെ ഈ ഒരു ഇത്തരത്തിലാണ് BJP PC ജോർജിനെ കൈകാര്യം ചെയ്തതെങ്കിൽ അധികം താമസിയാതെ തന്നെ PC ജോർജ് BJPയിൽ ഒരു കലാപം ഉയർത്തിക്കൊണ്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത്. അതിന് യാതൊരു മാറ്റവും വരത്തില്ല ഇത്തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.